കുടുംബത്തിൻ്റെ പങ്കും കൂടെ ഞാൻ പറയട്ടെ. റിക്കവറി എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഒരു യാത്രയല്ല, ഒരു ഒറ്റയാൻ്റെ യാത്രയല്ല, അതൊരു കുടുംബ യാത്രയാണ്. കുടുംബം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. സ്നേഹത്തോടെ ആ വ്യക്തിയെ കേൾക്കുക, മാറ്റം കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നന്നായല്ലോ, മോൻ ഇന്ന് രാവിലെ എഴുന്നേറ്റല്ലോ, അല്ലെ ഏട്ടൻ ഇന്ന് രാവിലെ എഴുന്നേറ്റല്ലോ, സന്തോഷം എന്ന് പറയുക. അല്ലാതെ എഴുന്നേറ്റോ. ഒരു വ്യക്തി റിക്കവറി ചെയ്യണമെങ്കിൽ അതിന് 3 മാസം വളരെ കൃത്യമായിട്ട് നമ്മൾ വീക്ഷിക്കണം. സാധാരണഗതിയിൽ നമ്മളൊരു പറച്ചിൽ പറയാറുണ്ട്, അവൻ്റെ മാനസാന്തരം മൂത്ത 3 മാസം എന്നൊക്കെ പറയും. MBF ലൈഫ് റിക്കവറി പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ 5ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ തന്നെ ഇതിന് മുമ്പുള്ള 4 എപ്പിസോഡുകളും കൂടെ കാണണമേ എന്ന് അഭ്യർത്ഥിക്കുകയും, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും, ഇതുവരെ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഫോർവേഡ് ചെയ്യുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയ വിപത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ, നമ്മുടെ ചെറുപ്പക്കാരെ രക്ഷിക്കാൻ, നമ്മുടെ മധ്യവയസ്കരെ രക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ചില ലൈഫ് പ്രോഗ്രാംസാണ്. മാത്രവുമല്ല, ഈ 5ാമത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് റിലാപ്സ് എന്നുള്ളൊരു വിഷയത്തെ സംബന്ധിച്ചാണ്. എന്താണ് റിലാപ്സ് എന്ന് ചോദിച്ചാൽ, വീണ്ടും പഴയ ലഹരി ഉപയോഗത്തിലേക്ക് ആളുകൾ വീഴുന്നതാണ്. ലഹരി ഉപയോഗത്തിലേക്ക് തന്നെ വീണു പോകുന്നതിനെയാണ് ഈ റിലാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പലപ്പോഴും പെട്ടെന്ന് സംഭവിക്കുന്നില്ല. ചെറിയ ചെറിയ തീരുമാനങ്ങളുടെ ഒരു പരമ്പരയാണ് അതിലേക്ക് ഈ വ്യക്തിയെ നയിക്കുന്നത്. ഉദാഹരണത്തിന്, ഈ വ്യക്തി വിഡ്രോയൽ സിംറ്റംസ് കഴിഞ്ഞു, ക്രേവിങ്സിൽ നിന്ന് രക്ഷപ്പെട്ടു, അയാൾ മദ്യപാനം നിർത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ അങ്ങനെ മദ്യപാനം നിർത്താനായിട്ട് ശ്രമിച്ച വ്യക്തികൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. ഏതെങ്കിലും ഫെലോഷിപ്പിലൊക്കെ അവർ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ ഈ കൗൺസിലിംഗ് പെട്ടെന്ന് നിർത്തുക, ഈ ഫെലോഷിപ്പിലേക്ക് പോകാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ വ്യക്തി വീണ്ടും പഴയതിലേക്ക് പോകാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിന്ന് അകലം പാലിക്കുന്ന ഒരവസ്ഥ വന്നാൽ, ഇപ്പം നമുക്കറിയാം, കുടുംബ പശ്ചാത്തലങ്ങളെല്ലാം ശരിയാക്കി കൊണ്ടുവന്ന് എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുകയും വളരെ നല്ല മാറ്റങ്ങൾ വരാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി പോവുകയാണെങ്കിൽ ഓർത്തുകൊള്ളണം, അദ്ദേഹം റിലാപ്സ് ആകാൻ പോവുകയാണ് എന്നുള്ളത്. അതിന് വേറൊരു കാരണം, അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലും അദ്ദേഹത്തെ അതിലേക്ക് തള്ളിവിടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള സുഹൃത്തുക്കളുമായിട്ട് കാണാനോ സംസാരിക്കാനോ കുറച്ച് നാളുകളിലേക്ക് ഇടവരുത്താതിരിക്കുക. ഇങ്ങനെ റിലാപ്സ് ആകുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഈ ഒരൊറ്റ പ്രാവശ്യം മാത്രം, ഈ ഒരൊറ്റ പ്രാവശ്യം, അടുത്ത പ്രാവശ്യം കുടിക്കാല്ല, ഇത് കുറച്ച് മാത്രം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വീര്യം കുറഞ്ഞൊരു സാധനം, നമ്മൾ സാധാരണയൊക്കെ പറയത്തില്ല, നമ്മുടെ സോഷ്യൽ ഡ്രിങ്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഒരു ചെറിയ വീര്യം കുറഞ്ഞ്, അതിനകത്ത് എന്താ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അതിനകത്ത് വലിയ കുറച്ച് വൈൻ കുടിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ അപകടം തന്നെയാണ്. കാരണം അത് വീണ്ടും അവരുടെ മനസ്സിൽ ഈ ചിന്ത വർദ്ധിപ്പിക്കാനും അവരുടെ തലച്ചോറിനകത്ത് ഇത് കൂടുതൽ രാസപ്രവർത്തനം നടത്തി അതിലേക്ക് തന്നെ മുഴുകിച്ചേരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രമെന്ന ചിന്ത അവരിൽ വരാതെ വണ്ണം നമ്മൾ ശ്രദ്ധിക്കും. ഇങ്ങനെയുള്ള പല കാരണത്താലാണ് ഇവർ റിലാപ്സ് ആയി പോകുന്നത്. അപ്പോൾ ഈ റിലാപ്സിനെ തടയാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദിവസേന സ്ഥിരമായിട്ടുള്ള ഒരു ദിനചര്യ പാലിക്കാനായിട്ട് പറയണം. അതെന്തൊക്കെയാണ്? ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ കട്ടൻ ചായയോ എന്തെങ്കിലും ഒന്ന് ചൂടുവെള്ളം കുടിക്കണം, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കണം. അതിനുശേഷം പ്രഭാത ഭക്ഷണം നല്ല വയറ് നിറച്ച് ആഹാരം കഴിക്കണം. കുറച്ച് മാത്രമല്ല, വയറ് നിറച്ച് അവർ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു 3 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരത്തിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കഴിക്കണം. എന്ന് പറഞ്ഞാൽ വയറ് കായാൻ പാടില്ല, വയറ് വിശന്നിരിക്കാൻ പാടില്ല. അങ്ങനെ വയറ് വിശന്നിരിക്കുമ്പോൾ വീണ്ടും പഴയ ചിന്തയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ചെയ്യാൻ കഴിയുന്നത് ഈ രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യായാമം ചെയ്യിക്കണം, നല്ലവണ്ണം ശരീരത്തിന് വ്യായാമം കൊടുക്കണം. ആവശ്യത്തിന് ഉറങ്ങി എന്ന് ഉറപ്പ് വരും. അതിപ്പോൾ വേണമെങ്കിൽ ഒരു സാധാരണഗതിയിൽ ഒരു 6 മുതൽ 7 മണിക്കൂറാണ് നമ്മളൊരു മനുഷ്യൻ ഉറങ്ങണമെന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഒരു 8 മണിക്കൂറും കൂടെ, 8 മണിക്കൂറോളം ഉറങ്ങാനായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുക. കാരണം ആ വ്യക്തിയുടെ തലച്ചോറ് അധികം പ്രവർത്തിക്കുന്നില്ല അഡിക്ഷൻ വഴിയായിട്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉറക്കം അദ്ദേഹത്തെ സഹായിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഈ പഴയ കൂട്ടുകാരല്ല, മദ്യപാന്മാരാണ് അവരെ കൂടുതൽ സ്നേഹിക്കുക, ലാഭേച്ഛ കൂടാതെ സ്നേഹിക്കുന്ന പല ടീമുകളുണ്ട്. അങ്ങനെയുള്ളവരല്ല, ഈ വ്യക്തിയെ രക്ഷപ്പെടാനായിട്ട് സഹായിക്കുന്ന ചിലരുണ്ടാവും. അവരുമായിട്ടുള്ള ഗ്രൂപ്പിൽ ഇദ്ദേഹത്തെ ഒന്ന് ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കുടുംബത്തോടൊപ്പം
കൂടുതൽ സമയം ചെലവഴിക്കാനും അതേപോലെ അത് ഗുണനിലവാരമുള്ള സമയമായിട്ട് മാറ്റുകയും ചെയ്യാം. എല്ലാവരും കുടുംബത്തിൽ ഇരുന്നിട്ട് ഈ മൊബൈൽ ഇങ്ങനെ നോക്കി തോണ്ടിക്കൊണ്ടിരിക്കുകയല്ല. ഈ വ്യക്തിയോട് സംസാരിക്കുകയും ആ വ്യക്തിയെ വളരെ കൃത്യമായിട്ടൊന്ന് സ്നേഹിക്കുകയും ലാളിക്കുക. ആ വ്യക്തിക്ക് ബോധ്യമാകണം എന്നെ ഇവർ സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട് എന്ന് തോന്നണം. അതേപോലെ തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ കഴിഞ്ഞ് ക്രേവിങ്സിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന വ്യക്തിക്ക് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ കൗൺസിലേഴ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് പാലിക്കണം. അതുപോലെ മരുന്ന്, അദ്ദേഹത്തിന് ഏതെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ മറ്റെന്തെങ്കിലും ഇപ്പോൾ സൈക്കാട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസോ ഉണ്ടെങ്കിൽ ആ മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് ഇദ്ദേഹം കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇച്ചിരി റിസ്ക് ആണ്, പക്ഷെ നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടാണല്ലോ, അത് കുഴപ്പമൊന്നുമല്ലല്ലോ. കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകാനായിട്ടല്ലേ, നമ്മുടെ ഭാവി തലമുറകൾക്ക് പ്രയോജനമാകാനല്ലേ. അപ്പോൾ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും അത് കഷ്ടപ്പാടല്ല, അതൊരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. ആദ്യത്തെ 90 ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾ അറിയാം. അപ്പോൾ ഈ 3 മാസം റിക്കവറിയുടെ അടിത്തറയാണ്. ഒരു വ്യക്തി റിക്കവറി ചെയ്യണമെങ്കിൽ അതിന് 3 മാസം വളരെ കൃത്യമായിട്ട് നമ്മൾ വീക്ഷിക്കണം. സാധാരണഗതിയിൽ നമ്മളൊരു പറച്ചിൽ പറയാറുണ്ട്, അവൻ്റെ മാനസാന്തരം മൂത്ത 3 മാസം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ട് വീഴുക എന്നുള്ളതല്ല. പക്ഷെ ആദ്യത്തെ 3 മാസം ഈ വ്യക്തിയുടെ ശരീരത്തിന് വേണ്ടുന്ന വിശ്രമവും അതുപോലെ പോഷകാഹാരവും ചികിത്സയും ഒക്കെ ആദ്യ മാസത്തിൽ തന്നെ കിട്ടുകയും 2-ാം മാസത്തിൽ പുതിയ ശീലങ്ങളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുകയും അതുപോലെ കുടുംബ ബന്ധങ്ങളൊക്കെ ഒന്ന് ഉത്സാഹിപ്പിക്കുകയും അതേപോലെ ജോലി കാര്യങ്ങളിൽ അദ്ദേഹത്തെ ഇൻവോൾവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് 3-ാം മാസം ആകുമ്പോഴത്തേക്ക് ഒരു ദീർഘകാല ലക്ഷ്യങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തെ എത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ സാമ്പത്തിക നിയന്ത്രണത്തിലേക്കും സമൂഹത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിനുള്ള പ്രോത്സാഹനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നമുക്ക് റിലാക്സ് ആയിട്ട് ഈ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻവോൾവ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ അയൽവാസിയായിരിക്കാം, നിങ്ങളുടെ സ്നേഹിതനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മക്കാരനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വ്യക്തിയായിരിക്കും, ആരായിക്കൊള്ളട്ടെ, ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളെ കുറച്ച് സമയം ചെലവഴിക്കുന്നത് ഏറ്റവും പ്രയോജനമായി. ഈ 3 മാസങ്ങൾക്കുള്ളിൽ സ്ഥിരത പുലർത്തുന്നവർക്ക് ദീർഘകാല റിക്കവറി തുടരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഞാനൊരു വാർണിംഗ് കൂടെ പറയാം. ദീർഘവർഷങ്ങൾ മദ്യം കഴിക്കാതിരുന്നിട്ട് ഭയങ്കര മദ്യപാനിയായിരുന്ന ചില ആളുകൾ, 1-2 അല്ല, പലരെ എനിക്കറിയാം. അതിനകത്ത് ദീർഘവർഷങ്ങൾ മദ്യപാനം നിർത്തിയതിനു ശേഷം പിന്നീട് പോയി മദ്യപിക്കുകയും വീഴുകയും ചെയ്ത നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ്. അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവർ റിലാപ്സ് ആകാതിരിക്കാനുള്ള കരുതലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഇതിനകത്ത് 11ാമതായിട്ട് കുടുംബത്തിന്റെ പങ്കും കൂടെ ഞാൻ പറയട്ടെ. റിക്കവറി എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഒരു യാത്രയല്ല, ഒരു ഒറ്റയാന്റെ യാത്രയല്ല, അതൊരു കുടുംബ യാത്രയാണ്. കുടുംബം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. സ്നേഹത്തോടെ ആ വ്യക്തിയെ കേൾക്കുക, മാറ്റം കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നന്നായല്ലോ, മോൻ ഇന്ന് രാവിലെ എഴുന്നേറ്റല്ലോ, ലേട്ടൻ ഇന്ന് രാവിലെ എഴുന്നേറ്റല്ലോ, സന്തോഷം എന്ന് പറയേ. അല്ലാതെ എഴുന്നേറ്റോ, ഉള്ളതല്ലോ, അറിയാന്നല്ലേ എന്ന് പറഞ്ഞ് ഒരു TC ചെയ്യുന്ന പോലെ ആ വ്യക്തിയെ കളിയാക്കുന്ന വിധത്തിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഉള്ളിൽ ഒരു അപകർഷതാബോധം ഉണ്ടാവുകയും പഴയതിലേക്ക് പോകാനുള്ളൊരു ശ്രമം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും പരിഹസിക്കുന്ന ഫ്ലോഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു വാക്കും ഉച്ചരിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുകയാണ്. യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകൾ ആ വ്യക്തിയുടെ മുമ്പിൽ വെക്കുക. പഴയ തെറ്റുകൾ നിരന്തരം ഓർമ്മിപ്പിക്കാതിരിക്കുക. അതിനകത്ത് ഭാര്യമാരോട്, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയോട് ഓർപ്പിക്കാനുള്ള, മദ്യപാന്മാരുടെ ഭാര്യമാരെ ഓർപ്പിക്കാനുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഏട്ടൻ അങ്ങനെ ചെയ്തില്ലേ, നാളെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ കാട്ടിയില്ലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ പഴയ കാര്യങ്ങളെ ഓർപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. അവർ നേരത്തെ ഞാൻ ഓർപ്പിച്ച പോലെ തലച്ചോറിനകത്ത് ഒരുപാട് ഈ പിരിവെട്ട് എന്നൊക്കെ പറയുന്ന പോലെ പല കാര്യങ്ങളും മറന്നിട്ടുണ്ടാവും. അത് പെട്ടെന്ന് ഓർപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. കാലക്രമേണ അവർ തന്നെ അത് ഓർത്തെടുക്കുകയും അവരുടെ തെറ്റുകളെക്കുറിച്ച് അവർക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഉള്ള ആളുകളെ ആവശ്യമുള്ള സമയത്ത് ചികിത്സയ്ക്കും കൗൺസിലിങ്ങിനും കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ നിങ്ങളും ഒപ്പം പോവുക. അത് വിശ്വാസം വീണ്ടെടുക്കാൻ സമയം എടുക്കുന്നതുകൊണ്ടാണ്. എന്നാൽ സ്ഥിരമായ നല്ല പ്രവൃത്തികൾ വിശ്വാസം വീണ്ടും പണിയും എന്നതിന് യാതൊരു സംശയമില്ല. ഇതിനോടൊപ്പം അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ആത്മീയ ശക്തി. അത് പലർക്കും റിക്കവറിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള അല്ലെങ്കിൽ റിക്കവറിയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ആത്മീയ ജീവിതം നൽകുന്ന വലിയൊരു പിന്തുണയാണ്. പ്രാർത്ഥന, വചനധ്യാനം, അതേപോലെ തന്നെ
ഈ ഏതെങ്കിലും ചർച്ചുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട്, ഏതെങ്കിലും കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട്, വിശ്വസ്തരായിട്ടുള്ള ആത്മീയ നേതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾ സ്ഥാപിച്ച് അവരുടെ മാർഗനിർദ്ദേശം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പ്രത്യാശ നൽകുന്നതിന് യാതൊരു സംശയമില്ല. വിശുദ്ധ ബൈബിളിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറയുന്നു, എനിക്ക് ശക്തി നൽകുന്ന കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായിട്ടുള്ളവനാകുന്നു. അതെ, ഈ ഒരു വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മോചനം നമ്മുടെ സ്വന്തം ശക്തിയാൽ മാത്രമല്ല, ദൈവത്തിന്റെ കൃപയും മനുഷ്യരുടെ പിന്തുണയും ചേർന്നുള്ളൊരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ വിഡ്രോവൽ, ക്രേവിങ്സ്, റിലാപ്സ് എന്നിവ റിക്കവറിയുടെ സ്വാഭാവിക ഭാഗങ്ങളാണ്. അവയെ ഭയപ്പെടേണ്ടതില്ല, മനസ്സിലാക്കണം. ശരിയായ ചികിത്സ, ശാസ്ത്രീയമായിട്ടുള്ള അറിവ്, കുടുംബത്തിന്റെ പിന്തുണ, കൗൺസിലിംഗ്, ആരോഗ്യകരമായ ജീവിതശൈലി, ആത്മീയ പ്രോത്സാഹനം എന്നിവ ചേർന്നാൽ ദീർഘകാല മോചനം സാധ്യമാണ്. യഥാർത്ഥ വിജയം ഒരു ദിവസം മദ്യം കഴിക്കാതിരിക്കുന്നതിലല്ല, ഓരോ ദിവസവും പുതിയ ജീവിതം തിരഞ്ഞെടുക്കുന്നതിലാണ്. MBF ലൈഫ് റിക്കവറി പ്രോഗ്രാമിൻ്റെ ഈ സന്ദേശം വളരെ ലളിതമാണ്. മോചനം സാധ്യമാണ്, പ്രത്യാശ യാഥാർത്ഥ്യമാണ്. ഓരോ പുതിയ ദിവസവും പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു പടിയാണ്. നന്ദി, നമസ്കാരം.